ഓൾ. അപ്പോൾ ദാ നിങ്ങൾ കാര്യമായിട്ട് കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു ഗ്രാമറിലെ ടോപ്പിക്കാണ് എന്ത്, ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ക്ലോസ്, അതേപോലെ ക്വസ്റ്റ്യൻ ടാഗ്, പിന്നെ നമുക്ക് ഏതാ വരുന്നത്, ഹാഡ് ബെറ്റർ അല്ലേ. ഇത് മൂന്നും നമുക്ക് വളരെ ആവശ്യമാണ്. എന്തിന്? നമുക്ക് കോൺവെർസേഷൻ ഫില്ലപ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഇത് പാസേജ് എന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഫ് ക്ലോസ് അഥവാ കണ്ടീഷണൽ സെൻറ്റൻസസ്, അപ്പോൾ നിങ്ങൾ എവിടെ ഇഫ് ക്ലോസ് കണ്ടാലും അല്ലെങ്കിൽ കണ്ടീഷണൽ സെൻറ്റൻസസ് കണ്ടാലും നിങ്ങൾക്ക് എന്തറിയാം, ആ പേര് പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ടെന്ന് അറിയാം. യെസ്, അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതാ കണ്ടീഷണൽ സെൻറ്റൻസസ് ഒരുപാട് ടൈപ്പിലുണ്ട്. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ്, സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആൻഡ് തേർഡ് കണ്ടീഷണൽ സെൻറ്റൻസസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളൊന്നും കാണിച്ച് ഞാൻ നിങ്ങളെ പേടിപ്പിക്കുന്നില്ല. ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്താണെന്ന് നമുക്ക് സിമ്പിളായിട്ട് നോക്കാം. ഈ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ചെറിയ കാര്യമുണ്ട്. എന്താണ് എന്ന് വെച്ചാൽ, ഓക്കെ, ഇപ്പോൾ ഇഫ് ഉണ്ടാവും, ഇത് നിങ്ങൾക്ക് അറിയാലോ. കണ്ടീഷണൽ സെൻറ്റൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇഫ് ക്ലോസ് ആണെങ്കിൽ അവിടെ എന്തുണ്ട്, ഇഫ് ഉണ്ട് അല്ലേ, ഒരു പറയുന്ന സെൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ഇഫിൻ്റെ കൂടെ V1 വന്നു കഴിഞ്ഞാൽ വില്ലിൻ്റെ കൂടെ V1 വരും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് സംഭവം. ഓക്കെ, ഇഫിൻ്റെ കൂടെ V1 വന്നാൽ വില്ലിൻ്റെ കൂടെ V1 വരും. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയാലോ. ഇഫ് യു buy me a car, I will marry you. Okay, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇഫിൻ്റെ കൂടെ ആര് വന്നു, V1 വന്നു അല്ലേ. ഇഫിൻ്റെ കൂടെ V1 വന്നു, അപ്പോൾ വില്ലിൻ്റെ കൂടെ V1 വന്നു. ഓക്കെ, വില്ലിൻ്റെ കൂടെ V1 വന്നു. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ. ഇഫ് യു ഡു മൈ ഹോംവർക്ക്, ഇഫ് യു do my homework, നമ്മൾ എന്ത് പറയും, I will buy chocolates, I will buy chocolates for you. Again നമ്മൾ എന്ത് കണ്ടു, ഇഫിൻ്റെ കൂടെ ആര് വന്നു, V1 വന്നു അല്ലേ. ഇതാ ശ്രദ്ധിച്ച് നോക്കുക, ഇഫിൻ്റെ കൂടെ ആര് വന്നു, ഇഫിൻ്റെ കൂടെ V1 വന്നു. അപ്പോൾ ഇതാ വില്ലിൻ്റെ കൂടെ ബൈ, BUY ആണ്, BUY, ബൈയും എന്താണ്, V1 ആണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇഫ് യു ഗെറ്റ് മീ സംതിങ്, ഐ വിൽ അഗൈൻ ബൈ യു ചോക്ലേറ്റ്. അപ്പോൾ എപ്പോൾ നിങ്ങളുടെ ഇഫിൻ്റെ കൂടെ V1 വന്നാലും വില്ലിൻ്റെ കൂടെ V1 വരും. അതാണ് എന്ത്, നമ്മുടെ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, പെട്ടെന്ന് നോട്ടിൽ ഫസ്റ്റ് കണ്ടീഷണൽ സെൻറ്റൻസിന് ഒരു എക്സാമ്പിൾ എഴുതാം. ഓക്കെ, ആൻഡ് നമ്മൾ എവിടേക്ക് മൂവ് ചെയ്യാണ്, നമ്മുടെ സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസിലേക്ക്. സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് ആവുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു, ഇഫിൻ്റെ കൂടെ V1 വന്നു എന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ നമ്മുടെ ഇഫിൻ്റെ കൂടെ V2 വരും. അപ്പോഴോ വില്ല് ആരാവും, വില്ലും പാസ്റ്റിലേക്ക് പോവും, വുഡ് ആവും അല്ലേ. വുഡിൻ്റെ കൂടെ V1 വരും. ഓക്കെ, വുഡിൻ്റെ കൂടെ V1 ആയിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇതിങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാം. ഇഫ് I were a king, I would get you everything. Okay, ഞാനൊരു രാജാവായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എല്ലാം വാങ്ങി തന്നേനെ അല്ലേ. അപ്പോൾ ഇഫ് ഐ വർ എ കിങ് ഐ വുഡ് ഗെറ്റ് യു എവറിഥിങ്. അപ്പോൾ നോക്കാം, ഇഫിൻ്റെ കൂടെ V2 ഫോം ആണ്, വുഡിൻ്റെ കൂടെ V1 ഫോം വന്നു. ഇനി നിങ്ങൾ ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്ത് നോക്കിയാൽ എന്തായിരിക്കും, ഇഫ് ഐ വർ മമ്മൂക്ക. ഓക്കെ, ഇഫ് ഐ വർ മമ്മൂക്ക ഐ വുഡ് give you my autograph. ഓക്കെ, ഞാൻ മമ്മൂക്ക ആയിരുന്നെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ ഓട്ടോഗ്രാഫ് തന്നേനെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സെൻറ്റൻസസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സെക്കൻഡ് കണ്ടീഷണൽ സെൻറ്റൻസ് കുറേയൊക്കെ ഇമാജിനേറ്റീവ് ആണ്. കാരണം നിങ്ങൾ മമ്മൂക്കയാണോ, അല്ല, പക്ഷെ നിങ്ങൾ എന്ത് പറയാണ്, ഞാൻ മമ്മൂക്കയാണെങ്കിൽ എന്ന് പറയാണ്. ഇഫ് ഐ വർ എ ബേർഡ്, ഇഫ് ഐ വർ എ ബേർഡ്, അപ്പം നിങ്ങൾ എന്ത് പറയും, ഐ വിൽ ഫ്ലൈ ഹൈ എന്നാണോ പറയാ, അല്ല, ഐ വുഡ് ഫ്ലൈ ഹൈ. ഓക്കെ,
അപ്പോൾ നമ്മുടെ സെക്കൻഡ് കണ്ടീഷണൽ സെന്റൻസും പഠിച്ചല്ലോ. ഇനി നമ്മുടെ തേർഡ് കണ്ടീഷണൽ സെന്റൻസ് എന്താണ് നമുക്ക് ഈ തേർഡ് കണ്ടീഷണൽ സെന്റൻസിൽ പഠിക്കാനുള്ളത്? അപ്പോൾ തേർഡ് കണ്ടീഷണൽ സെന്റൻസ് എന്ന് പറയുമ്പോൾ ഇഫിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? ഇഫിൻ്റെ കൂടെ ഹാഡ് വരുന്നുണ്ട്. ഓക്കെ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് നമ്മുടെ V3 ഫോം വരികയാണെങ്കിൽ, ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം വരികയാണെങ്കിൽ എന്ത് വരും? ഓക്കെ, എന്ത് വരും? ഇഫ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം വരികയാണെങ്കിൽ നമ്മുടെ കുഡോ അല്ലെങ്കിൽ വുഡോ പ്ലസ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വരും. ഓക്കെ, അപ്പോൾ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ആണെങ്കിൽ കൂടെ കുഡ് പ്ലസ് അല്ലെങ്കിൽ വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഇഫ് ഐ ഹാഡ് വൺ ദ ഗെയിം, if I had won the game, I would have bought you something. Bought you ABC. Okay, if I had won the game, അപ്പോൾ ഹാഡിൻ്റെ കൂടെ എന്താ വന്നത്? V3 ഫോം ആണ് വന്നത്. അപ്പോൾ എന്ത് വന്നു കൂടെ? would have bought വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇതാ, if I go there, I will buy you sweets. എന്താ? if I go there, ifന്റെ കൂടെ go എന്ന് പറയുമ്പോൾ എന്താ? ഫസ്റ്റ് ഫോം ആണ് അല്ലേ? ഫസ്റ്റ് ഫോം ആണ് വെർബിന്റെ. ഇഫ് പ്ലസ് ഫസ്റ്റ് ഫോം ആണെങ്കിൽ നമുക്ക് എന്താ അറിയാം? ഫസ്റ്റ് കണ്ടീഷണൽ ആണ്. അപ്പോൾ എന്ത് വരും കൂടെ? will പ്ലസ് V1 വരും. ഓക്കെ, അതേസമയം നമ്മുടെ സെക്കൻഡ് കണ്ടീഷണൽ ആണെങ്കിൽ ഇഫിന്റെ കൂടെ വെന്റ് ആണ് വരുന്നത്. ഗോന്റെ പാസ്റ്റ് എന്താണ്? വെന്റ് ആണ് അല്ലേ? അപ്പോൾ ഇഫിന്റെ കൂടെ V2 വരുമ്പോൾ വുഡിന്റെ കൂടെ V1 വരും. യെസ്, വുഡിന്റെ കൂടെ V1 വരും. ഇനി തേർഡ് കണ്ടീഷണൽ സെന്റൻസ് ആണെന്ന് വിചാരിക്കാം. ഇഫ് ഐ ഉണ്ട്, ഇഫ് ഐ ഹാഡ് ഗോൺ there അല്ലേ? ഹാഡ് പ്ലസ് ഗോ വെന്റ് ഗോൺ ആയി അല്ലേ? അപ്പോൾ V3 ഫോം വരുമ്പോൾ ഇഫ് ഐ ഹാഡ് ഗോൺ there I would have bought you sweets. അപ്പോൾ would പ്ലസ് ഹാവ് പ്ലസ് V3 ഫോം വന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണൽ സെന്റൻസ് നല്ല അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. നമ്മുടെ എക്സാംസിനൊക്കെ നമുക്കിങ്ങനെ ഇഫ് എന്ന് കൊടുത്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് തരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് മിസ്സിനും കൂടെ വരണമല്ലോ. അപ്പോൾ മിസ് നിങ്ങൾക്ക് ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഇടുന്നുണ്ട്. ഇഫ് യു സ്റ്റഡി ഹാർഡ്, ബാക്കി നിങ്ങൾ ഫിൽ ചെയ്ത് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് ഇന്നത്തെ ലൈവിൽ കറക്റ്റായിട്ട് വരിക. കറക്റ്റ് 8 മണിക്ക് നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യും. ഇത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം മിസ് ചെയ്യരുത്. നല്ല കുട്ടികളായിട്ട് ഇഫ് ക്ലാസ് നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ട് വരാം. ഓക്കെ, ബൈ.